UDF സംവിധാനത്തിൻ്റെ നെടുംതൂണാണ് മുസ്ലിം ലീഗ്. ഒരുപക്ഷെ UDF എന്ന സംവിധാനത്തെ നിലനിർത്തുന്നത് തന്നെ മുസ്ലിം ലീഗാണ്. കോൺഗ്രസിനേക്കാൾ ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതും മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിന് ഏതെങ്കിലും തരത്തിൽ ഒരു ക്ഷീണം സംഭവിച്ചാൽ അത് UDF സംവിധാനത്തെ ആകെ ബാധിക്കുകയും ചെയ്യും. കോൺഗ്രസിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മധ്യസ്ഥരായി ലീഗ് എത്തുന്നതും അതൊക്കെ കൊണ്ട് തന്നെയാണ്. കേരളം വീണ്ടും തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് കടക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് മുസ്ലിം ലീഗ് ഒരുക്കവും തുടങ്ങി. കോൺഗ്രസിലാകട്ടെ പതിവ് പോലെ ചില തർക്കങ്ങൾ ഉടലെടുത്തിട്ടുമുണ്ട്. എന്താണ് UDFിൽ സംഭവിക്കുന്നത്? ഇതാണ് കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവർ പരിശോധിക്കുന്നത്. നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുറഹിമാൻ കല്ലായിയാണ്. രാഷ്ട്രീയത്തിൽ ചില ആദർശങ്ങളുടെ പിന്മുറക്കാരനാണ് അബ്ദുറഹിമാൻ കല്ലായി. ആദർശത്തിൽ അടിയുറച്ച് രാഷ്ട്രീയത്തിലായാലും മതപ്രവർത്തനങ്ങളിലായാലും അദ്ദേഹം നീങ്ങുകയാണ്. അദ്ദേഹത്തിനെതിരെ ചില ആരോപണങ്ങൾ ഉയർന്നപ്പോൾ ആളുകൾ സംശയം പ്രകടിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ആ ആദർശ ശുദ്ധി കൊണ്ട് തന്നെയാണ്. വഖഫ് സ്വത്തുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ ആരോപണം വന്നു, കേസ് വന്നു. അപ്പോഴും പാർട്ടി പ്രവർത്തകരും പാർട്ടിയും പൊതുസമൂഹവും അബ്ദുറഹിമാൻ കല്ലായി എന്ന രാഷ്ട്രീയ മത മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന നേതാവിനെ അറിയുന്നവർ അദ്ദേഹം ആ രീതിയിൽ പ്രവർത്തിക്കില്ല എന്ന് ഉറക്കെ പറഞ്ഞു. അതുതന്നെയാണ് പൊതുപ്രവർത്തന രംഗത്ത് അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയ മുതൽക്കൂട്ടും കരുത്തും. BMH കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ശ്രീ അബ്ദുറഹിമാൻ കല്ലായി. നമ്മൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്കൊക്കെ ഇങ്ങനെ പോവുകയാണ്. വലിയ തോതിലുള്ള ചർച്ചകൾ കോൺഗ്രസിൽ നടക്കുന്നു. മുസ്ലിം ലീഗ് ആകട്ടെ നിങ്ങളുടേതായ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. വരാനിരിക്കുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രതീക്ഷ എന്താണ്? കേരളത്തിലെ UDFിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷയോടെ മുമ്പോട്ട് പോകാനുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിലവിലുണ്ട്. അതിലൊന്ന് ഇടതുപക്ഷ ഭരണത്തിൻ്റെ കൊള്ളരുതായ്മ തന്നെയാണ്. വളരെ വ്യാപകമായി ഗവൺമെൻറ്റിനെതിരിൽ ഘടകകക്ഷിയായ CPI അടക്കം അഭിപ്രായ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു അസംതൃപ്ത വിഭാഗം വ്യാപകമായി കേരളത്തിലുണ്ട് എന്നത് അവിതർക്കിതമാണ്. ആ സാഹചര്യത്തിൽ വളരെ നല്ല നിലയിൽ UDFിന് മുന്നേറാൻ കഴിയും എന്നതിൻ്റെ സൂചന തന്നെയാണ് ഈ അടുത്ത ദിവസത്തിൽ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ റിസൾട്ട് പോലും സൂചിപ്പിക്കുന്നത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷയോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അടുത്ത കാലത്ത് ഉടലെടുത്ത ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ അത് പരിഹരിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് തന്നെ കഴിവും പ്രാപ്തിയുമുള്ള നേതാക്കന്മാരുമുണ്ട്. ആ നിലക്ക് ആ കാര്യത്തിൽ അവർ അങ്ങേയറ്റം ജാഗ്രത പുലർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ വിഷയങ്ങൾ കോൺഗ്രസ് തന്നെ പരിഹരിക്കും. പൂർവ്വപരി ശക്തിയായി UDF തെരഞ്ഞെടുപ്പിനെ നേരിടും. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആശാവഹമായ വിജയം UDFിന് ലഭിക്കും എന്ന കാര്യം അവിതർക്കിതമാണ് എന്ന് പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസിൽ ഒരു നേതൃമാറ്റ ചർച്ചകളൊക്കെ നടന്നു വരികയാണല്ലോ. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും K സുധാകരനെ മാറ്റണം എന്നുള്ളൊരു ആവശ്യമൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. K സുധാകരൻ്റെ നേതൃത്വം മാറണം എന്നൊരു ആവശ്യം ലീഗിനുണ്ടോ? ശരിക്കും കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ നമ്മൾ അഭിപ്രായം പറയാറില്ല. അത് കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യമാണ്. പക്ഷേ നേതൃമാറ്റം വേണം എന്ന് പറഞ്ഞപ്പോൾ സുധാകരൻ്റെ പ്രതികരണം പോലും വളരെ ആശാവഹമാണ്. അദ്ദേഹം പറഞ്ഞത് എന്നെക്കാൾ പറ്റുന്ന ആൾ വേറെ ഉണ്ടെങ്കിൽ ഞാനത് സ്വാഗതം ചെയ്യുന്നു.
മാറ്റമുണ്ടായാൽ ഒരു അത്ഭുതം ഇവിടെ സംഭവിക്കാനില്ല. മാത്രവുമല്ല, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഒരു പാർട്ടി എനിക്ക് നൽകാവുന്ന എല്ലാ പരിഗണനയും നൽകിയിട്ടുണ്ട്, ഞാനതിൽ പൂർണ്ണമായി സംതൃപ്തനാണ്. ഇപ്പോൾ നേതൃമാറ്റത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നത് പോലും ദ്വയാർത്ഥത്തിലല്ല, പൂർണ്ണ സംതൃപ്തിയോടെയാണ് എന്ന് കെ സുധാകരൻ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം എന്ത് തീരുമാനമെടുത്താലും കേരളത്തിലെ KPCCയെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ദോഷം ചെയ്യും എന്ന് പാർട്ടിക്ക് അഭിപ്രായമില്ല. കെ സുധാകരൻ്റെ നേതൃത്വം അത് കഴിഞ്ഞ് KPCC പ്രസിഡന്റായി കെ സുധാകരൻ വന്നതിന് ശേഷം കോൺഗ്രസിന് ഏതെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ആ ഒരു നേതൃത്വം അവർക്ക് ഗുണം ചെയ്തു എന്ന് നമുക്ക് കരുതാൻ കഴിയുമോ? അണികളെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ ഒരു നല്ല ആവേശവും വികാരവുമാണല്ലോ. കണ്ണൂരിൽ മാത്രമല്ല, സംസ്ഥാനത്തുടനീളം അണികളുടെ ഈ നല്ല സ്വീകാര്യത കെ സുധാകരന് ലഭിച്ചിട്ടുമുണ്ട്. ആ കാര്യത്തിൽ ഈ ഗ്രൂപ്പ് താല്പര്യങ്ങൾക്ക് അതീതമായി തന്നെ എല്ലാവരും സുധാകരനെ അംഗീകരിച്ച് വന്നിട്ടുണ്ട്. ഈ തർക്കങ്ങൾ ഈ കോൺഗ്രസിൽ എപ്പോഴും ഈ തെരഞ്ഞെടുപ്പിനോടടുത്ത് വരുമ്പോൾ ഇത്തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടാകും. അതൊരു മുന്നണിക്ക് ആകെ ഒരു ദോഷം, ഒരു ആത്മവിശ്വാസ കുറവുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയല്ലേ ഇത്തരത്തിലുള്ള ആഭ്യന്തര തർക്കങ്ങളൊക്കെ? അവർക്കിടയിൽ പരിഹരിക്കേണ്ടതിന് പകരം അതിങ്ങനെ പൊതു സമൂഹത്തിൽ വലിയ ചർച്ചയായി വരുന്നത് ഒരു ദോഷം ചെയ്യില്ലേ ശരിക്കും? ആ കാര്യം പാർട്ടി ചർച്ച ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് ലീഡേഴ്സിൻ്റെ ശ്രദ്ധയിൽ അത് പെടുത്താൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ പബ്ലിക് ചർച്ചയിലേക്ക് വരാൻ പാടില്ല എന്നത് വളരെ ഒരു നല്ല ഒരു വീക്ഷണമാണ്. ഈ ശശി തരൂരുമായി ബന്ധപ്പെട്ട കാര്യത്തിലായാലും വലിയ തോതിൽ ഉള്ള ഭിന്നതകളും മറ്റുമാണ് കോൺഗ്രസുമായി ബന്ധപ്പെട്ടത്. കോൺഗ്രസിൻ്റെ കാര്യം നമ്മൾ സംസാരിക്കുന്നത് യു ഡി എഫിനെ നയിക്കുന്നത് കോൺഗ്രസ്സാണ്. അപ്പോൾ ലീഗ് ആണ് അതിൻ്റെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ നെടുന്തൂൺ എന്നുള്ളത് ലീഗാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന, കോൺഗ്രസിലുണ്ടാകുന്ന ഏത് പ്രതിസന്ധിയും അത് നേരിട്ട് ബാധിക്കുന്നത് UDFനെയാണ്, അതുവഴി മുസ്ലിം ലീഗിനെയുമാണ്. അതുകൊണ്ട് നിങ്ങളും അതിൽ ജാഗ്രത പുലർത്തേണ്ടത് തന്നെയല്ലേ? ഞങ്ങൾ ആ കാര്യത്തിൽ ജാഗ്രത പുലർത്തിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് ലീഡേഴ്സിൻ്റെ ശ്രദ്ധയിലേക്ക് കാര്യം ഞങ്ങൾ പെടുത്തിയിട്ടുണ്ട്. ശശി തരൂർ വളരെ പ്രഗത്ഭനായ ലീഡറാണ്, നല്ല കഴിവുള്ള ആളാണ്. പക്ഷേ അദ്ദേഹം ചില ഘട്ടങ്ങളിൽ ചില അഭിപ്രായ പ്രകടനം നടത്തുന്നത് ഒരു സ്വതന്ത്ര വീക്ഷണത്തിൽ വരാറുണ്ട്. അതൊരു പാർട്ടിയുടെ പരിധിക്ക് അകത്തുള്ള ആളുകൾക്ക് പ്രകടിപ്പിക്കാൻ പറ്റാത്ത അഭിപ്രായങ്ങൾ ചിലപ്പോൾ അദ്ദേഹം പ്രകടിപ്പിക്കാറുണ്ട്. അത് പാർട്ടി അസംതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഞങ്ങളും ആ കാര്യത്തിൽ അസംതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. തരൂരിനെയും ഉൾക്കൊള്ളിച്ച് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് പാർട്ടിയുടെ വീക്ഷണം. തരൂരിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സംവിധാനം അതിനോട് ലീഗും യോജിക്കുന്നില്ല. അത് ആത്മഹത്യാപരമായിരിക്കും. ഈ കാര്യങ്ങൾ ഒരു നല്ല ജനകീയ അംഗീകാരമുള്ള ഒരു ലീഡറാണ്, നല്ല കഴിവുള്ള ആളാണ്. വേണ്ട പോലെ ഉപയോഗിക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടിട്ടുണ്ടോ? അത് കോൺഗ്രസിൻ്റെ ഒരു ആഭ്യന്തര കാര്യമാണ്. അല്ല, നമ്മൾ ഒരു പൊതുവായി ഒരു രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ തരൂരിനെ ശരിയായ രീതിയിൽ, അദ്ദേഹത്തിൻ്റെ കഴിവുകളെ ശരിയായ രീതിയിൽ കോൺഗ്രസ് ഉപയോഗപ്പെടുത്തി എന്ന് നമുക്ക് പറയാൻ കഴിയുമോ ശരിക്കും? ഒരു ഭയം, അതായത് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് ശശി തരൂരിനൊരു ഭയം അതില്ലേ? അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. സംസ്ഥാനത്ത് സുധാകരൻ്റെ കേസ് നല്ല സപ്പോർട്ടാണല്ലോ. സുധാകരൻ നേതൃസ്ഥാനത്ത് നിന്ന് മാറേണ്ടതില്ല എന്നാണ് ശശി തരൂരും പറഞ്ഞിട്ടുള്ളത്. തരൂരിന് സുധാകരൻ്റെ നല്ല സപ്പോർട്ടുണ്ട്. അതിനൊക്കെ അപ്പുറത്താണ് ഒരു വർഷത്തിന് ശേഷം നടക്കേണ്ട നിയമസഭാ തെരഞ്ഞെടുപ്പ്, മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചും കോൺഗ്രസിൽ വലിയ തോതിലുള്ള തർക്കങ്ങൾ നടക്കുകയാണ്. ഇതൊക്കെ ബാധിക്കുന്നത് UDFനെയാണ്. അത് പാർട്ടിയുടെ അകത്ത് പരിഹരിക്കേണ്ട വിഷയമാണ്. ആ ചർച്ച പുറത്തു വരാൻ പാടില്ല. അതിനിടയിലാണ് മുഖ്യമന്ത്രിയായി കുഞ്ഞാലിക്കുട്ടിയുടെ പേര് പോലും പറഞ്ഞ് കേൾക്കുന്നത്. കുഞ്ഞാലിക്കുട്ടിയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരികയാണ്. ലീഗിന് ഒരു മുഖ്യമന്ത്രി സ്ഥാനത്ത് ആര് വരാൻ തമാശയായി തങ്ങൾ പറഞ്ഞതാണ്. അതിനും യോഗ്യത ഉണ്ട് എന്നുള്ള രീതിയിൽ അത് മുമ്പ് കോൺഗ്രസ് സമ്മതിച്ചാൽ ആവാം എന്നൊരു വാക്കപ്പം തന്നെ താങ്കൾ പറഞ്ഞിട്ടുണ്ട്. അതെ, കോൺഗ്രസ് സമ്മതിച്ചപ്പോൾ മുമ്പും മുഖ്യമന്ത്രി ആയിട്ടുണ്ടല്ലോ സീറ്റ്.
അതുപോലുള്ള ഒരു അവസരം വരികയാണെങ്കിൽ ആകും. അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി ആവാനും സാധ്യതയുണ്ട് എന്നാണ് താങ്കൾ പറഞ്ഞത്. ഉപമുഖ്യമന്ത്രി സ്ഥാനം എന്നത് ലീഗിന്റെ ഒരു ആവശ്യമായി തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം കിട്ടുകയാണെങ്കിൽ, ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ, അങ്ങനെ ഔദ്യോഗിക പാർട്ടി ആലോചിച്ചിട്ടില്ല, പാർട്ടി കമ്മിറ്റികളിലൊന്നും ചർച്ച നടന്നിട്ടില്ല. ഈ ലീഗ് നേതൃത്വവുമായി ബന്ധപ്പെട്ട് ലീഗിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടോ? ലീഗ് കെട്ടുറപ്പോടുകൂടി തന്നെയാണോ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? ലീഗ് വളരെ ഒറ്റക്കെട്ടായി പോകാണല്ലോ. പാണക്കാട്ട് ചെയ്ത് സ്വാധിക്കുന്ന ശാബ്ദങ്ങളാണ് എല്ലാ കാര്യത്തിലും അന്തിമ വാക്ക്. നമ്മൾ മറ്റു കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, ഈ രാഷ്ട്രീയ പ്രവർത്തനം, പതിറ്റാണ്ടുകൾ നീണ്ട രാഷ്ട്രീയ പ്രവർത്തനം താങ്കൾ നടത്തി വരികയാണ്. താങ്കളുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച ഒരു കാര്യം ഉണ്ട് എന്നെനിക്കറിയാം. അത് വഖഫുമായി ബന്ധപ്പെട്ട ആരോപണമാണ്, കേസാണ്. അത് വല്ലാതെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടില്ലേ താങ്കൾക്ക്? ഉണ്ട്. ശരിക്കും എന്താണ് അതിൽ സംഭവിച്ചത്? സത്യത്തിലത് ഈ രാഷ്ട്രീയമായ വിരോധം തന്നെയാണ്. അവിടെ ആ പ്രാദേശികമായി മട്ടന്നൂരുള്ള പിന്നെ ചില ഗ്രൂപ്പുകൾ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിലുള്ള ചില ഗ്രൂപ്പുകൾ, STPI പോലുള്ള തീവ്രവാദ സംഘടനകൾ, അവരെ കുറേ കാലമായി എന്നെ വേട്ടയാടുകയായിരുന്നു. അതിൽ പല കാരണമുണ്ട്. ആ കൂട്ടത്തിൽ ഞാൻ അവർ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം, ഈ തീവ്രവാദികളോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്ന ആളാണ് ഞാൻ. ഒരു സർവപക്ഷ മീറ്റിംഗ്, സർവകക്ഷികളെ ക്ഷണിച്ച ഒരു പരിപാടിയിൽ പോലും ഞാൻ അവരെ ക്ഷണിച്ചില്ല. അവിടെ പള്ളിയുടെ ശിലാസ്ഥാപനത്തുമായി ബന്ധപ്പെട്ട് ഒരു ഏകദേശം എല്ലാ കക്ഷികളും പങ്കെടുത്തൊരു പരിപാടി ഉണ്ടായിരുന്നു. അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയിരുന്നു അതിൻ്റെ ഉദ്ഘാടകൻ. അപ്പോൾ അതിലും ഇവരെ ഞാൻ ഒഴിച്ചു നിർത്തി. എല്ലാ പത്രങ്ങൾക്കും പരസ്യം കൊടുത്തു, അവരുടെ പത്രത്തിന് കൊടുത്തില്ല, തേജസ്സിന്. ആ വിരോധമൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു ഗൂഢാലോചന അവർ നടത്തി. അങ്ങനെ അതിന് ചില എൻ്റെ രാഷ്ട്രീയ ശത്രുക്കളൊക്കെ അതിന് കൂട്ടുനിന്നു. അങ്ങനെയാണ് അവർ കേസുമായിട്ട് പോയത് വഖഫ് ബോർഡിൽ. വഖഫ് ബോർഡ് അവർക്ക് അനുകൂലമായി തീരുമാനിക്കാൻ പറ്റുന്ന വഖഫ് ബോർഡായതുകൊണ്ട് ചില രാഷ്ട്രീയ സ്വാധീനമൊക്കെ ഉപയോഗപ്പെടുത്തി ആ കേസിൽ അവർ ഞങ്ങളെ പ്രതിയായി പ്രഖ്യാപിച്ചു. സത്യത്തിൽ അവിടുത്തെ ജനങ്ങളിൽ 95% ഞങ്ങളുടെ കൂടെയാണ് ഇപ്പോഴും. ഒരു 5% മാത്രമേ അവർക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ആ വിശ്വാസത്തിലാണ് നമ്മളിപ്പോഴും ശരി കരുത്തോടെ പിടിച്ചു നിൽക്കുന്നത്. പാർട്ടി തന്നെ വിലയിരുത്തി നിങ്ങൾക്കറിയാലോ. അബ്ദുറഹിമാൻ കല്ലായി ആയതുകൊണ്ട് തന്നെ ഞങ്ങളെ കേസ് തള്ളിക്കളയുന്നു എന്നാണ് PK കുഞ്ഞാലിക്കുട്ടി പ്രസംഗിച്ച പബ്ലിക് മീറ്റിംഗ്. എന്നെ പാർട്ടിക്കറിയാം. ഞാൻ ജീവിതത്തിൽ ആ കാര്യത്തിൽ വളരെ സൂക്ഷ്മത പുലർത്തുന്ന ആളാണ്. ഈ സാമ്പത്തിക രംഗത്ത് ഞാനതിൽ നമ്മുടെ ചില നേതാക്കന്മാരെയൊക്കെ എടുത്തു പറയാറുണ്ട്. ഇപ്പോൾ പിന്നെ AK ആൻ്റണി, അതുപോലെ ഉമ്മൻചാണ്ടി, അതുപോലെ നമ്മുടെ മുൻ മുഖ്യമന്ത്രി പിന്നെ EK നായനാർ, അവരെയൊക്കെയാണ് ഞാൻ ആ കാര്യത്തിൽ മാതൃകയായി സ്വീകരിക്കാറ്. അപ്പോൾ അങ്ങനെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും സൂക്ഷ്മത പുലർത്തിയ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ സത്യത്തിൽ കരുത്ത് നൽകിയത് ഈ പാർട്ടിയാണ്, അതോടൊപ്പം UDF-ഉമാണ്. അതിലേക്ക് UDF-നോടും പാർട്ടിയോടും വലിയ കടപ്പാടും നന്ദിയുമുണ്ട്. ഈ ഇത്രയും, അതായത് മതപരമായ കാര്യങ്ങളിൽ ഇത്രയും സൂക്ഷ്മത പുലർത്തുന്ന, ഇത്രയും ദീനി ബോധത്തോടു കൂടി മുന്നോട്ട് പോകുന്ന താങ്കൾക്കെതിരെ ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നവർ ചെറുതായിരിക്കില്ല. അതിന് പിന്നിൽ പാർട്ടിയിൽ നിന്ന് ആരും കൂടെയും പിന്തുണ ഉണ്ടായി? മുസ്ലിം ലീഗിൽ നിന്നോ? അതില്ല. മുസ്ലിം ലീഗിലെ 11 നിയോജക മണ്ഡലത്തിലും പബ്ലിക് പ്രകടനം നടന്നിരുന്നല്ലോ. എനിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. നല്ല സമാനം ജനക്കൂട്ടമുള്ള പ്രകടനം നടന്നത്. പ്രായമുള്ള ആൾക്കാർ പോലും പങ്കെടുത്തിരുന്നു ആ പ്രകടനത്തിൽ. അപ്പോൾ രാഷ്ട്രീയമായ മറ്റ് കോണുകളിൽ നിന്ന്, അതായത് എതിർ രാഷ്ട്രീയത്തിൽ നിന്ന് മാത്രമാണ് താങ്കൾക്ക് അത്തരം അനുഭവം ഉണ്ടായിട്ടുള്ളത്? അത് CPM നല്ല പങ്ക് വഹിച്ചിരുന്നു ആ കാര്യത്തിൽ.
അവർക്കൊക്കെ എന്താണ് അബ്ദുറഹിമാൻ കല്ലായി അതിന് മറ്റൊരു കാരണം ഞാൻ കരുതുന്നത് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ ഒരു വിവാഹം വ്യഭിചാരമാണ് എന്ന് താങ്കൾ പ്രസംഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ചൂട് പിടിച്ചാണോ ഇത് വന്നത്? അതിനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ സംശയിക്കുന്നുണ്ട്. സാധ്യതയുണ്ട്. അതിനുശേഷമല്ലേ ഇതിങ്ങനെ ഒരു വലിയ രീതിയിലൊരു ഇതായി പോയി തുടങ്ങിയത്? അതിനുശേഷം കണ്ണിലെ കരടായി മാറിയതും അതിനുശേഷമാണ്. അതിനു മുമ്പ് പക്ഷെ CPM-ൽ തന്നെ പിന്നെ വളരെ ഈ കാര്യത്തിൽ അസംതൃപ്തിയുള്ള ഒരു വിഭാഗമുണ്ട്. കല്ലായിക്കെതിരെ ഇങ്ങനെ വേണ്ടില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. MV ജയരാജനൊക്കെ ആ കൂട്ടത്തിൽപ്പെട്ടതാണെന്ന് തോന്നുന്നു. ആണോ? MV അല്ല, EP ജയരാജൻ അങ്ങനെ വേണ്ടിയിരുന്നില്ല, വേണ്ടിയില്ല എന്നല്ല എൻ്റെ ചില സുഹൃത്തുക്കളോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ CPM തന്നെ അത് ശരിയല്ല എന്ന് വിലയിരുത്തുന്ന ഒരു സാഹചര്യം, അതൊക്കെ അവർക്കൊക്കെ താങ്കളെ നേരിട്ട് അറിയാവുന്ന ആളുകളായതുകൊണ്ടായിരിക്കും. ഞാനാണല്ലോ അന്ന് കോടിയേരി ബാലകൃഷ്ണൻ്റെ പിന്നെ ചരമത്തെ തുടർന്നുള്ള അനുശോചന യോഗത്തിൽ പാർട്ടി പ്രതികരിച്ച് പകർത്തി ഞാനാണ്. അന്നൊക്കെ എനിക്ക് അവിടെ നല്ല അംഗീകാരം കിട്ടിയത്, മുഖ്യമന്ത്രി നടക്ക് പോലും. ശരിക്കും അന്ന് മുഹമ്മദ് റിയാസിനെതിരെ അത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തേണ്ടിയിരുന്നില്ല എന്ന് പിന്നീട് തോന്നിയിട്ടുണ്ടോ? പാർട്ടി പറഞ്ഞിട്ടുണ്ട്. അത് മുസ്ലിങ്ങളുടെ മാത്രം ഒരു നിയമമാണ്, മുസ്ലിങ്ങൾക്ക് മാത്രം ബാധകമുള്ള ഒരു മത നിയമമാണ് താങ്കൾ പറഞ്ഞത്. അതവിടെ പറയേണ്ടതില്ലായിരുന്നു എന്ന് പാർട്ടി പറഞ്ഞിട്ടുണ്ട്. അതായത് മുഹമ്മദ് റിയാസിന്റെ പേരെടുത്ത് പറയേണ്ടിയിരുന്നില്ല എന്നായി. അങ്ങനെയാണോ? അതെ, അത് പിന്നെ ഈ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം അംഗീകരിക്കുന്നവർക്ക് ഇത് ബാധകമല്ല, മതനിയമം. ആ നിലക്കത് പറയേണ്ടതില്ലായിരുന്നു എന്ന് പാർട്ടി പറഞ്ഞിട്ടുണ്ട്. ആ സംഭവം മുസ്ലിം ലീഗിന് ഏതെങ്കിലും തരത്തിൽ ഡാമേജ് ആയി എന്ന് പാർട്ടി വിലയിരുത്തിയിട്ടുണ്ടോ? ഒന്നുമില്ല. പക്ഷെ അത് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് പാർട്ടി താങ്കളോട് പറഞ്ഞു. അതെ. താങ്കൾ അത് പറയാനുണ്ടായ കാരണം എന്തായിരുന്നു? ഏതെങ്കിലും തരത്തിൽ മുഹമ്മദ് റിയാസുമായി ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു? ഒന്നുമില്ല. അതൊരു പൊതു നിയമം എന്ന നിലക്ക് പറഞ്ഞാൽ. പക്ഷെ ഒരു വ്യഭിചാരം, ആ വിവാഹം ഒരു വ്യഭിചാരമാണ് എന്ന് പറയുമ്പോൾ അത് പൊതുസമൂഹം അതിന് വേറൊരു കാരണം ഞാൻ പറഞ്ഞല്ലോ. അതായത് അന്ന് കോടതി നിരീക്ഷണം നടത്തി, ഭാര്യയ്ക്കും ഭർത്താവിനും ഉഭയകക്ഷി സമ്മതപ്രകാരം ആരുമായും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം. ഒരു നിരീക്ഷണമാണ് കോടതിയുടെ. ആ നിരീക്ഷണത്തെ ഞാൻ രൂക്ഷമായി എതിർത്തിട്ടുണ്ട്. ഭാര്യയ്ക്കും ഭർത്താവിനും ലൈംഗികമായി ബന്ധപ്പെടാമെന്ന നിരീക്ഷണം, അതിനെ ആഹ്ലാദപൂർവ്വം സ്വാഗതം ചെയ്തത് DYFI ആണ്. ആ നിലക്കുള്ള സാന്ദർഭികമായൊരു പരാമർശമാണ്. പക്ഷെ അതൊക്കെയാണ് പിന്നീട് താങ്കളെ ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് അഴിമതി നടത്തുക, 3 കോടി രൂപയുടെ വർക്ക് നടത്തി 10 കോടി രൂപയുടെ ബില്ലുണ്ടാക്കി എന്നൊക്കെയാണല്ലോ ആരോപണം. സത്യത്തിൽ അവിടെ അത്തരത്തിലുള്ള എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടോ ശരിക്കും? അത് വളരെ വ്യക്തമായി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. കണ്ണൂരിൽ പത്രസമ്മേളനം നടത്തിയപ്പോൾ കമ്മിറ്റിയുടെ മുഴുവൻ ഭാരവാഹികളും പങ്കെടുത്തില്ലേ? അവരൊക്കെ മുമ്പിൽ വെച്ചല്ലേ പത്രസമ്മേളനം നടത്തിയത്. അവിടുത്തെ ജനറൽ സെക്രട്ടറി ഇപ്പോഴത്തെ അന്നത്തെ പ്രസിഡൻ്റാണ്. അന്ന് പ്രസിഡന്റ് ഞാനായിരുന്നു. തൊട്ടടുത്തുള്ള പ്രസിഡന്റ് അയാൾ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അയാൾ തന്നെ പോലീസിലും പിന്നെ ക്രൈം ബ്രാഞ്ചിലുമൊക്കെ നടത്തിയ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞല്ലോ, അബ്ദുറഹിമാൻ കല്ലായി ഒരു സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടില്ല, അദ്ദേഹത്തെ വെറുതെ രാഷ്ട്രീയ പ്രതിനിധികൾ പ്രതിയാക്കിയതാണ്. ഈ പള്ളിയുടെ കാര്യമൊക്കെ പറഞ്ഞ് താങ്കൾ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി നടത്തും എന്ന് വിശ്വസിക്കാൻ പോലും ആരും വിശ്വസിക്കൂല. എതിരാളികൾ പോലും വിശ്വസിക്കൂല. അത് താങ്കൾക്കുണ്ടായ മാനസിക വിഷമം വളരെയാണ്. പള്ളിയുടെ പേരിൽ പറഞ്ഞതുകൊണ്ട് കൂടുതൽ വിഷമം ഉണ്ടായോ? വളരെ വലുതാണ്. പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടുന്നില്ല. കാരണം എനിക്ക് ജനങ്ങളുടെ സപ്പോർട്ടുണ്ടല്ലോ. പക്ഷേ ഇങ്ങനെ ഞാൻ കേൾക്കേണ്ടി വന്നതിന് എനിക്ക് സങ്കടമുണ്ട്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ കെ നായനാർ, അതുപോലെ AK ആൻ്റണി, ഉമ്മൻചാണ്ടി, അവരിൽ നിന്നൊക്കെ അഭിമാനം കൊള്ളുന്ന ആളാണ്.
അഴിമതിരഹിത പോരാട്ടത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ എന്ന നിലയ്ക്ക് എനിക്ക് എൻ്റെ മാനസികമായി ഇവിടെ തളർത്തിയിട്ടുണ്ട്. എന്നൊരു അഴിമതിക്കാരനായി ചിത്രീകരിച്ചപ്പോൾ എൻ്റെ കുടുംബത്തിന് പോലും അതിൽ പിന്നെ എൻ്റെ കാര്യത്തിൽ ഒരു അത്ഭുതമാണ് ഈ സാമ്പത്തിക അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ. സാർവത്രികമായി കാണുന്ന ചില ന്യൂനതകൾ പോലും ഞാൻ ആ കാര്യത്തിൽ ചെയ്യാറില്ല. കേസ് മുന്നോട്ട് പോവുകയാണ്, എല്ലാം തെളിയിക്കാൻ കഴിയുന്നുള്ള ആത്മവിശ്വാസം. ആത്മവിശ്വാസം. താങ്കളെ ഇങ്ങനെ അഭിമുഖ്യമായി ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതൊക്കെ ചോദിക്കേണ്ടി വരുമ്പോൾ വലിയ സങ്കടം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളും വാർത്തകളൊക്കെ നൽകിയിരുന്നു. അതെ അതെ, വാർത്ത നൽകിയിരുന്നു. സ്വാഭാവികമായും കേസ് വരും, അറസ്റ്റ് ചെയ്യും, വാർത്ത വരും. പക്ഷേ അപ്പോഴും ഞങ്ങളോട് ആളുകൾ പറഞ്ഞിരുന്നു അബ്ദുറഹിമാൻ കല്ലായി അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പലരും പറഞ്ഞിരുന്നു. താങ്കൾ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ എതിരാളികളും പറഞ്ഞിരുന്നു. അത് എന്നെപ്പറ്റി മിക്ക രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അറിയാം, ഞാനങ്ങനെ ഒരു അഴിമതിക്കാരനല്ലെന്ന്. നേരിട്ട് ഞാനുമായി ബന്ധപ്പെട്ട ആളുകൾക്കത് ബോധ്യമാണ്. പിന്നെ രാഷ്ട്രീയമാണല്ലോ, രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ആരെപ്പറ്റി ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഉമ്മൻചാണ്ടിയെ പറ്റി പോലും അഴിമതി ആരോപണം പറഞ്ഞില്ലേ, എ കെ ആൻ്റണിയെ പറ്റി പറഞ്ഞില്ലേ, അതുപോലെ ഇ കെ നായനാരെ പറ്റി പറഞ്ഞില്ലേ. ഇ കെ നായനാർക്കൊന്നും അഴിമതി ചെയ്യാൻ കഴിയില്ല. അയാൾ ഒരു 5 വയസ്സുള്ള കുട്ടിയുടെ മനസ്സായാണ്, വളരെ നിഷ്കളങ്കനാണ്. അങ്ങനെ ഒരാൾക്ക് അഴിമതി ചെയ്യാൻ കഴിയില്ല. പക്ഷേ അയാളെപ്പറ്റി പോലും അഴിമതി ആരോപണം വന്നില്ലേ. അപ്പോൾ അഴിമതി ആരോപണം എതിരാളികൾക്കെതിരെ ഉന്നയിക്കുക എന്നുള്ളത് ഒരു സാർവത്രിക ശൈലിയാണ്. പക്ഷേ പറയുന്നവർക്ക് പോലും ഏകദേശം ബോധ്യം ഉണ്ടാവും ഈ പറയുന്നത് കളവാണെന്ന്. നമ്മൾ വീണ്ടും രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് വന്നാൽ ഈ തെരഞ്ഞെടുപ്പ് ഒക്കെ വരാൻ പോവുകയാണ്. ഇപ്പോൾ മുസ്ലിം ലീഗ് കഴിഞ്ഞ തവണ വലിയൊരു തീരുമാനമെടുത്തിരുന്നു, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ തുടർച്ചയായി മത്സരിക്കുന്ന ആളുകൾക്ക് വീണ്ടും മത്സരിക്കാനുള്ള ഒരു സീറ്റ് നൽകേണ്ടതില്ല എന്നുള്ളൂ. 3 തവണ തുടർച്ചയായി മത്സരിച്ചവർ, അതിലെന്തെങ്കിലും ഒരു മാറ്റത്തിന് ഇത്തവണ സാധ്യതയുണ്ടോ? തുടർച്ചയായി 3 തവണ മത്സരിക്കുന്നവർക്ക് സീറ്റ് നൽകേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിൽ മാറ്റം വരാൻ സാധ്യതയില്ല. അത് തന്നെ തുടരും. എന്താണ് അത്തരമൊരു തീരുമാനം? പുതിയ ആളുകൾ വരട്ടെ, അതാണ് അത് തന്നെയാണോ? പുതിയ തലമുറക്ക് അവസരം നൽകുക എന്നതാണ് ആ കാര്യത്തിലുള്ള കാഴ്ചപ്പാട്. താങ്കൾ എന്താണ് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ ഇങ്ങനെ മാറി നിൽക്കാൻ കാരണം? നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ വേണമെങ്കിൽ എവിടെയും വേണമെങ്കിൽ സീറ്റ് കിട്ടാവുന്ന ഒരു നേതാവ് കൂടിയാണല്ലോ താങ്കൾ. എന്തുകൊണ്ടാണ് മാറി നിന്നത് തന്നെയാണോ? അതെ, എനിക്ക് താല്പര്യമില്ല, ചെറുപ്പം മുതലേ താല്പര്യമില്ല. ഞാൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് ജീവിതത്തിൽ ഒരിടത്തും മത്സരിച്ചിട്ടില്ല. സാധാരണ എൻ്റെ പ്രാഥമികമായി പിന്നെ പള്ളി കമ്മിറ്റി അവിടെ നിന്നൊക്കെ തുടങ്ങാം. ചെറുപ്പത്തിൽ തന്നെ കല്ലായി പള്ളി കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതുപോലെ ഇങ്ങോട്ട് ഇപ്പോഴും ഞാൻ അതിൻ്റെ പ്രസിഡൻ്റാണ്. മട്ടന്നൂർ 27 വർഷം താമസിച്ചു, അപ്പോൾ അവിടുത്തെ പ്രസിഡൻ്റായിരുന്നു. ഒരു തവണ പോലും ഞാൻ മത്സരിച്ചിട്ടില്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ മത്സരിച്ചൊരു പദവിയിലെത്തില്ല. എന്നെ എല്ലാവരും കൂടി നിർദ്ദേശിച്ചാൽ മാത്രമേ സ്ഥാനം ഏറ്റെടുക്കൂ. മത്സരിക്കേണ്ടി വന്നാൽ ഞാൻ പൂർണ്ണമായി ഒഴിഞ്ഞു മാറും. അപ്പോൾ ഇതുവരെ ജീവിതത്തിൽ മത്സരിച്ചിട്ടില്ല. ഇനി അങ്ങോട്ടും അതന്നെ, മത്സരിക്കില്ല. പാർട്ടി നിർബന്ധിച്ചാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ പാർട്ടി നിർബന്ധിക്കില്ല. താങ്കളെ അറിയുന്ന പാർട്ടി എന്നെ അറിയാം. താല്പര്യമില്ല. പാണക്കാട് തങ്ങന്മാർ മത്സരിക്കാറില്ലല്ലോ. അത് തന്നെയാണ് താങ്കൾ പിന്തുടരുന്നത്. എന്തായാലും ഈ കണ്ണൂർ ജില്ലയിൽ മുസ്ലിം ലീഗിൻ്റെ ഏക സീറ്റ് അഴീക്കോടാണ്. കഴിഞ്ഞ തവണ ആ സീറ്റ് നഷ്ടപ്പെട്ടു. KM ഷാജി എടുത്ത നിലപാടുകൾ തിരിച്ചടിയായിട്ടുണ്ടോ? ഈ അഴീക്കോട് മത്സരിക്കാനില്ല എന്ന് KM ഷാജി അദ്ദേഹം നേരിട്ട് പറഞ്ഞില്ലെങ്കിലും അത്തരത്തിലുള്ളൊരു പ്രതീതി ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഈ അവസാന കാലത്തൊക്കെ ഈ മണ്ഡലത്തിലധികം ശ്രദ്ധിക്കാതെ ഇങ്ങോട്ടേക്ക് വരാത്ത ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്ന് പാർട്ടി തന്നെ വിലയിരുത്തിയത്. അത്തരം പ്രശ്നങ്ങളൊക്കെ തിരിച്ചടിക്ക് കാരണമായിട്ടില്ലേ ഈ അഴീക്കോട്? KM ഷാജി അവിടെ നിന്ന് മത്സരിക്കില്ല എന്നങ്ങനെ പരസ്യമായി പറഞ്ഞിട്ടില്ല. നിങ്ങൾ തന്നെ സൂചിപ്പിച്ചതുപോലെ
അദ്ദേഹത്തിന് മണ്ഡലം മാറിയാൽ കൊള്ളാം എന്നുണ്ടായിരുന്നു. അത് ഒരു പ്രതീതി ഉണ്ടാക്കി, അദ്ദേഹം ഇവിടെ മത്സരിക്കില്ല എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കി, ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടായി. അവസാനം അദ്ദേഹം പിന്നെ ഏറ്റവും കൊള്ളാവുന്ന സീറ്റ് ഇത് തന്നെയാണ് എന്ന് പാർട്ടി നിർദ്ദേശിച്ചനുസരിച്ച് ഇവിടെ തന്നെ മത്സരിച്ചപ്പോൾ അത് വേണ്ടത്ര ഒരു മുന്നൊരുക്കം ആ തെരഞ്ഞെടുപ്പിൽ നമുക്ക് പാർട്ടിക്ക് അവിടെ കാണിക്കാൻ കഴിഞ്ഞില്ല എന്നത് ഒരു തർക്കം. അതിൽ കെ എം ഷാജിക്ക് തന്നെ ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. കാരണം അതിൻ്റെ ഈ അവസാന കാലത്ത്, അതായത് ഒരു വർഷം അല്ലെങ്കിൽ ഒരു 6 മാസക്കാലം ആ മണ്ഡലത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ മറ്റൊരു മുന്നൊരുക്കം കുറഞ്ഞു പോയി. അത് പാർട്ടി വിലയിരുത്തിയത് തന്നെയാണ്. അത് നമ്മൾക്ക് മൊത്തത്തിൽ അറിയാവുന്ന കാര്യമാണ്. അത് ഈ മണ്ഡല മാറ്റം കെ എം ഷാജിയുടെ മനസ്സിൽ ഉണ്ടായി എന്നത് തന്നെയാണ് പ്രശ്നം. ആഗ്രഹിച്ചിരുന്നു. അതൊരു പ്രശ്നം തന്നെയാണ് ശരിക്കും. ഈ അഴീക്കോട് സീറ്റ് ലീഗിന് തിരിച്ചുപിടിക്കാൻ, അടുത്ത തെരഞ്ഞെടുപ്പിൽ തിരിച്ചുപിടിക്കാൻ നല്ല സാധ്യതയുണ്ട്. നല്ല സാധ്യത. വീണ്ടും കെ എം ഷാജി തന്നെ വരേണ്ടി വരുമോ? ഷാജി വന്നാലും അല്ല ആര് വന്നാലും ആ മണ്ഡലം നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധ്യതയുണ്ട്. കെ എം ഷാജിയേക്കാൾ കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള ഇവിടെ നിന്ന് തന്നെയുള്ള ആളുകൾ മത്സരിക്കുന്നതാണോ കൂടുതൽ ഗുണം ചെയ്യുക? അങ്ങനെയല്ല. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരുകാരനാവണം എന്ന് പിടിവാശി പിടിക്കുന്ന ഒരു ശൈലി പാർട്ടിക്കില്ലല്ലോ. ഇപ്പോൾ വയനാട്ടിൽ നിന്ന് വന്ന കെ എം ഷാജിയെ 2 കൈയും വിട്ട് സ്വാഗതം ചെയ്ത പാരമ്പര്യമാണ്. ഇനി കണ്ണൂരുകാരായാലും പാർട്ടി ഉൾക്കൊള്ളും, പുറത്തുനിന്നുള്ള ആളായാലും ഉൾക്കൊള്ളും. ഏതായാലും പുറത്തുനിന്നുള്ള ആളായതുകൊണ്ടാണ് സീറ്റ് നഷ്ടപ്പെടുന്നതെന്ന കാഴ്ചപ്പാട് പാർട്ടിക്കില്ല. കെ എം ഷാജി മത്സരിച്ചാലേ വിജയിക്കൂ എന്നുമില്ല. അതില്ല. വിജയിക്കാൻ കഴിയും. ആരും. എന്തായിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ഈ ഭരണം, LDFന്റെ ഭരണം വീണ്ടും തുടർഭരണം ഉണ്ടാകുമെന്നൊക്കെയാണ് LDFന്റെ ഇപ്പോഴും പറയുന്നത്. അത് ഏത് രീതിയിലാണ് ലീഗ് കാണുന്നത്? തുടർഭരണത്തിന്റെ ഒരു സാധ്യത ലീഗ് കാണുന്നു? ഒരു സാധ്യതയില്ല. എന്തുകൊണ്ട്? LDF കൂടുതൽ ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, CPI അടക്കം അവരുടെ പല നയങ്ങളോടും ഭിന്നാഭിപ്രായം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. അവർ മുന്നണിയിൽ തന്നെ അസംതൃപ്തിയുണ്ട്, പാർട്ടിയിൽ തന്നെ അസംതൃപ്തിയുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഒരു നിലക്കും തുടർഭരണം ലഭിക്കാൻ സാധ്യതയില്ല. എല്ലാ സാധ്യതയും UDFന് അനുകൂലമാണ്. പക്ഷേ ഈ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ തദ്ദേശ ഭരണ ഉപതെരഞ്ഞെടുപ്പ് 30 സീറ്റുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ അവിടെ 17 സീറ്റിലും LDF ആണ് ജയിക്കുന്നത്. ഇത്രയും കലുഷിതമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ പോലും 30-ൽ 17 സീറ്റ് LDF ആണ് ജയിക്കുന്നത്. അത് തൊട്ടടുത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ UDFനാണ് മുൻതൂക്കം. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇപ്പൊ 2 ദിവസം മുന്നേ വന്ന റിസൾട്ടിൽ 30-ൽ 17 LDF ആണ്. അത് അവരുടേത്. പക്ഷെ നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട്. LDFന്റെ സീറ്റ് UDF പിടിച്ചെടുത്തു. 4 സീറ്റ് പിടിച്ചെടുത്തിട്ടുണ്ട്, 3 സീറ്റ് LDFും പിടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ ആ തെരഞ്ഞെടുപ്പിലുള്ള റിസൾട്ട് നമുക്ക് അനുകൂലമാണ്. പക്ഷേ ഈ ഇത്രയും സീറ്റുകൾ പോലും കിട്ടാനുള്ള ഒരു സാഹചര്യം ഇല്ല എന്നാണല്ലോ UDF വിലയിരുത്തുന്നത്. ആ റിസൾട്ട് പോലും, അതൊരു ചെറിയ ഒരു റിസൾട്ട് ആണെങ്കിൽ പോലും അതും പാഠമാക്കേണ്ടതല്ലേ? കോൺഗ്രസ് കൂടുതൽ നിരീക്ഷിച്ച് അവരുടെ പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്തേണ്ട ഒരു സൂചന കൂടി ആ തെരഞ്ഞെടുപ്പ് ഫലത്തിലില്ലേ? അല്ല, മുസ്ലിം ലീഗ് സർവത്ര സജീവമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സർവത്ര സജീവമാവണം എന്ന് പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് പാർട്ടി പരിഹരിച്ച് മുമ്പോട്ട് പോകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ കോൺഗ്രസിൽ ഗ്രൂപ്പൊന്നും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് VD സതീശനെയും K സുധാകരനെയും ഒക്കെ അവർ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. പക്ഷേ ഇപ്പോൾ ഗ്രൂപ്പിന്റെ എണ്ണം കൂടി വരുന്ന ഒരു സാഹചര്യം പിടികിട്ടാത്ത. എല്ലാ കാലത്തും കോൺഗ്രസ് ഗ്രൂപ്പ് ഉണ്ടാവാറുണ്ട്. പക്ഷേ അത് തെരഞ്ഞെടുപ്പ് രംഗത്താവുമ്പോഴേക്ക് അതൊക്കെ പരിഹരിക്കാറുണ്ട്. അത് പരിഹരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ ഈ ഇടപെടൽ അത് കോൺഗ്രസ് അംഗീകരിക്കുന്നുണ്ടോ? നമ്മുടെ ആഭ്യന്തര കാര്യങ്ങളിൽ കയറി മുസ്ലിം ലീഗ്
ഇടപെടുന്നു എന്നുള്ളൊരു പരാതിയൊക്കെ അവർ ഏതെങ്കിലും ഘട്ടത്തിൽ ഇതുവരെ പറഞ്ഞില്ലല്ലോ. അവരെല്ലാവരും സ്വാഗതം ചെയ്തു. ലീഗിന്റെ ഇടപെടൽ വേണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അവർ സ്വാഗതം ചെയ്യാണ് ചെയ്തത് പാർട്ടി നേതാക്കന്മാർ. നമ്മൾ അനാവശ്യമായി ഇടപെടുന്ന പാർട്ടി അല്ലല്ലോ മുസ്ലിം ലീഗ്. നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് LDF-ന്റെ CPM നേതാക്കൾക്കൊക്കെ മുസ്ലിം ലീഗോട് വല്ലാത്ത ഒരു ഇഷ്ടമായിരുന്നു. ലീഗാണ് കോൺഗ്രസിനെ നിലനിർത്തുന്നത്. ലീഗില്ലെങ്കിൽ ഇവിടെ കോൺഗ്രസ് പോലും ഉണ്ടാകില്ല, UDF ഉണ്ടാകില്ല, ലീഗാണ് അതിൻ്റെ നട്ടെല്ല് എന്നൊക്കെ നേതാക്കളൊക്കെ തന്നെ പറയാറുണ്ട്. ഒരു വല്ലാത്തൊരു സ്നേഹം ലീഗുമായി CPM നേതാക്കൾക്കുണ്ടായിരുന്നു. ഏതെങ്കിലും ഘട്ടത്തിൽ LDF-ലേക്ക് ലീഗിനെ കൊണ്ടുവരാനുള്ള നീക്കം നടന്നിട്ടുണ്ട്? അവരങ്ങനെ ആഗ്രഹിക്കാറുണ്ട് മുസ്ലിം ലീഗിനെ LDF-ലേക്ക് കൊണ്ടുപോകാൻ. പക്ഷേ യാതൊരു കാരണവശാലും LDF-ലേക്ക് മുസ്ലിം ലീഗിനെ കിട്ടില്ല എന്ന് തീരുമാനിച്ചപ്പോഴാണ് അവിടെ നേരെ ട്യൂണ് മാറ്റി കടുത്ത മുസ്ലിം വിരോധവും മുസ്ലിം ലീഗ് വിരോധവും മുസ്ലിം ലീഗ് ജമാഅത്ത് ഇസ്ലാമിനെ SDP-യിലേക്ക് കൂട്ടുകൂടുന്നു എന്നൊക്കെ ആരോപണമൊക്കെ ഉന്നയിച്ചുകൊണ്ട് താറടിച്ച് കാണിക്കാൻ രംഗത്ത് വരുന്നത് നമ്മൾ ഒരു നിരക്ക് അങ്ങോട്ട് കിട്ടില്ല എന്നവർക്ക് ബോധ്യമായപ്പോഴാണ്. മുസ്ലിം ലീഗ് അവരാഗ്രഹിക്കുന്നത് കോൺഗ്രസ് വിമുക്ത ഭാരതവും അതിനനുസരിച്ച് കേരളവും രൂപം നൽകാൻ അവർ പാടുപെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അത് BJP-യുമാതിരി തന്നെയാണ് ഇപ്പോൾ CPM ആ കാര്യത്തിൽ ചിന്തിക്കുന്നത്. അപ്പോൾ അതിൽ കേരളത്തിൽ ഒരു നിലക്കും അവർക്ക് കോൺഗ്രസിനെ തളർത്താൻ കഴിയാത്തത് മുസ്ലിം ലീഗ് കൂടി ഉള്ളത് കൊണ്ടാണ് എന്നവർക്കറിയാം. അതുകൊണ്ട് UDF-നെ ദുർബലപ്പെടുത്തുക എന്ന ലക്ഷ്യം വെച്ചാണ് മുസ്ലിം ലീഗിനെ ചാക്കിടാൻ വേണ്ടി അവർ ശ്രമിച്ചിരുന്നത്. ആ ചാക്കിൽ ലീഗ് വീഴില്ല എന്നവർക്ക് ബോധ്യമായി. അതുകൊണ്ട് ഇപ്പോൾ പിന്മാറി. ഇപ്പോൾ പൂർണ്ണമായും ലീഗ് വിരുദ്ധമാണല്ലോ. ആ സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകളൊക്കെ നടന്നിരുന്നു? ഇല്ല, ചർച്ചകൾ നിങ്ങളുടെ പാർട്ടി കമ്മിറ്റിയിൽ അവരുടെ ഈ CPM-ന്റെ ഇത്തരം ഒരു സ്നേഹപ്രകടനത്തെക്കുറിച്ച് ചർച്ചകൾ ഉണ്ടായിരുന്നു? സ്നേഹപ്രകടനം നടന്ന കാപട്യമാണെന്ന് തിരിച്ചറിയാൻ ഈ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ പിന്തുണക്കുന്ന ആളുകളും ഉണ്ടായിരുന്നു പാർട്ടി? ഇല്ല. അബ്ദുറഹ്മാൻ സാഹിബിനെ പോലുള്ള ആളുകൾ ഏതായാലും അതിനെ പിന്തുണക്കാനുള്ള സാധ്യതയില്ല. പക്ഷേ പിന്തുണക്കുന്ന ആളുകളും ലീഗിൽ തന്നെ ഉണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ടായിരിക്കുമല്ലോ CPM അത്തരത്തിലുള്ള ഒരു ചാക്കുമായി ഇറങ്ങിയത്. അല്ല, അങ്ങനെയല്ല. അത് സംബന്ധിച്ച് പാണക്കാട് സയ്യിദ് സാദിഖ് ശിഹാബ് അസന്നിഗ്ധമായി പാർട്ടിയുടെ നയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്താണ് തടസ്സം LDF-ലേക്ക് പോകാനുള്ള ലീഗിൻ്റെ തടസ്സം എന്താണ്? ഒരിക്കൽ UDF വിട്ടപ്പോൾ LDF അകറ്റി നിർത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ലീഗ് UDF വിടുന്ന ഒരു ഘട്ടം വന്നാൽ ഉറപ്പായും LDF നിങ്ങളെ സ്വീകരിക്കും. പിന്നെ എന്താണ് തടസ്സം? ഇന്ത്യ രാജ്യത്ത് കേരളം മാത്രമല്ലല്ലോ, നമ്മുടെ മാതൃഭൂമിയുടെ സംരക്ഷണത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മതേതര ജനാധിപത്യ മുന്നണിയുടെ മുന്നേറ്റത്തിന് മാത്രമേ സാധിക്കൂ എന്ന് പാർട്ടി അസന്നിഗ്ധമായി വിലയിരുത്തിയിട്ടുണ്ട്. പാർട്ടി ബഹുദൂരം പുറകോട്ട് പോയിരിക്കുകയാണ്. ഇന്ത്യ ബഹുദൂരം പുറകോട്ട് പോയിരിക്കുകയാണ്. മഹാത്മാഗാന്ധിജിയുടെയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഇന്ത്യ, ആ പേരുകളിൽ തന്നെ നമുക്ക് അഭിമാനിക്കാൻ കഴിയും ലോകത്തിൻ്റെ മുമ്പിൽ. അത്ര വലിയ വ്യക്തിത്വമാണ്. ആ ഇന്ത്യ ഒരുപാട് പുറകോട്ട് പോയി ലോകത്തിൻ്റെ മുമ്പിൽ നാണം കെട്ടൊരവസ്ഥയിലെത്തി. വീണ്ടും ഇന്ത്യയെ തിരിച്ചു കൊണ്ടുവരാൻ ഇന്ത്യ മുന്നണി എന്ന നിലയ്ക്കൊരു മുന്നേറ്റം വന്നപ്പോൾ അതിൽ ആത്മാർത്ഥമായി പങ്കെടുത്തൊരു പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഞങ്ങൾ വളരെ ചെറുതാണെങ്കിലും ഇന്ത്യ മുന്നണിയിൽ ഞങ്ങൾക്ക് വലിയ അംഗീകാരം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണം ഞങ്ങളുടെ ആത്മാർത്ഥതയാണ്, നിഷ്കളങ്കതയാണ്. അതിലൊരു കപട സമീപനമാണ് CPM സ്വീകരിച്ചത്. ഇന്ത്യ മുന്നണിയിൽ അംഗമാവുകയും അതോടൊപ്പം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ക്ഷീണിപ്പിക്കുന്ന രാഷ്ട്രീയ സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പിന്നെ ഇപ്പോഴത്തെ ഇന്ത്യ ഗവൺമെൻറ്
മോഡി ഒരു ഫാസിസ്റ്റ് നയം സ്വീകരിക്കുന്നു എന്ന് പറയാൻ പോലും മടിച്ചു നിൽക്കുന്ന ഒരു BJP ഇതര മുഖ്യമന്ത്രിയായിട്ട് ഇപ്പോൾ ഇയാളുള്ളത്. വേറെ എല്ലാവരും മോഡിയെ ഫാസിസ്റ്റായി കാണുന്നു. നമ്മുടെ മുഖ്യമന്ത്രി മാത്രം അത് അംഗീകരിക്കുന്നില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഈ രാഷ്ട്രത്തിൻ്റെ താല്പര്യത്തിനെതിരായി ഒരു സംസ്ഥാനത്ത് ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കുന്നതിനോട് പാർട്ടിക്ക് യോജിപ്പില്ല. പരമപ്രധാനം ഈ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പാണ്, ഇന്ത്യയുടെ നിലനിൽപ്പാണ്. അതിന് ഇന്ത്യ മുന്നണിയിലൂടെയുള്ള മുന്നേറ്റത്തിന് മാത്രമേ സാധിക്കൂ എന്ന് പാർട്ടി ഉറച്ചു വിശ്വസിക്കും. PK കുഞ്ഞാലിക്കുട്ടിയും പിണറായി വിജയനും ഒക്കെ വളരെ ഗാഢമായ ബന്ധം എന്നുള്ള രീതിയിലൊക്കെയാണ് പൊതു സംസാരം. അതിലൊക്കെ എന്തെങ്കിലും വസ്തുതയുണ്ട്? അതിപ്പോൾ വ്യക്തിപരമായി ബന്ധം, അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാനുമായി ബന്ധമുള്ള ഒരുപാട് ആളുകൾ CPM-ലുണ്ട്. ഇപ്പം ഞാൻ കോടിയേരി ബാലകൃഷ്ണൻ്റെ പേര് പറഞ്ഞല്ലോ. അന്ന് കോടിയേരി മരണപ്പെട്ടപ്പോൾ അനുശോചന മീറ്റിങ്ങിൽ പോലും എന്നെ അയക്കാൻ പാർട്ടി കാരണം അതാണ്. ഞാൻ കോടിയേരിൻ്റെ അടുത്ത സുഹൃത്താണ്. അതുപോലെ ഈ ജയരാജനെ ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ഇപ്പോൾ മറ്റ് പാർട്ടികളിലും ഒരുപാട് സുഹൃത്തുക്കളുണ്ടാവും നമുക്ക്. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം പിന്നെ സ്വാഭാവികമായും ഇപ്പോൾ പിണറായിയും ഞാനും അടുത്ത സുഹൃത്തുക്കളായിരുന്നല്ലോ. ഞാൻ ഇടതുപക്ഷത്തായിരുന്നല്ലോ ഒരു കാലത്ത്. അഖിലേന്ത്യാ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു ഞാൻ അന്ന്, അഖിലേന്ത്യാ മുസ്ലിം ലീഗുകളുടെ കാലത്ത്. അപ്പോൾ അന്ന് ഞാനും പിണറായിയൊക്കെ വളരെ അടുത്ത് പ്രവർത്തിച്ച ആളുകളാണ്, തലശ്ശേരി കേന്ദ്രീകരിച്ച്. അപ്പോൾ എൻ്റെ കേന്ദ്രം തലശ്ശേരിയായിരുന്നു. തലശ്ശേരി താലൂക്കിൻ്റെ യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് എൻ്റെ തുടക്കം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വളരെ അടുത്ത ബന്ധുക്കളാണ്, സുഹൃത്തുക്കളാണ്. പക്ഷെ അതുപോലെ പിന്നെ ഒരു ഉയർന്ന ലീഡർ എന്ന നിലയ്ക്ക് കുഞ്ഞാലിക്കുട്ടി സാഹിബ് എല്ലാവരുമായും വ്യക്തിബന്ധം കാത്തു സൂക്ഷിക്കാറുണ്ട്. അത് ഈ രാഷ്ട്രീയത്തെ ബാധിക്കില്ല. അത്തരം അന്ന് കുഞ്ഞാലിക്കുട്ടി വലിയൊരു കേസിലൊക്കെ പെട്ടപ്പോൾ ഒരു സംരക്ഷണം ഒരുക്കിയത് പിണറായിയാണ് എന്നൊക്കെ രീതിയിലുള്ള ചർച്ചകളൊക്കെ വരുന്നത് കൊണ്ടുകൂടിയാണ് അത്തരത്തിലുള്ള ഒരു സൗഹൃദവും അതോടൊപ്പം തന്നെ ലീഗ് LDF-ലേക്ക് വരുമോ എന്നുള്ള ചർച്ചകൾ. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെതിരെയുള്ള ഒരു ആരോപണം എന്ന കാലഘട്ടത്തിൽ ഇവിടെ മുഖ്യമന്ത്രി EK നായനാരായിരുന്നല്ലോ, അന്ന് പിണറായി അല്ലല്ലോ. അപ്പോൾ പാർട്ടിയുടെ ഒരു സംസ്ഥാന സെക്രട്ടറി ആയിട്ടൊക്കെ പിന്നീട് വരുന്ന ഘട്ടത്തിലൊക്കെയാണല്ലോ ഈ കേസ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. ആ ഘട്ടത്തിലൊക്കെ വലിയൊരു പിന്തുണ അദ്ദേഹത്തിന് ലഭിച്ചു എന്നതാണല്ലോ പറഞ്ഞു കേൾക്കുന്നത്. അതൊക്കെ അങ്ങനെ ആൾക്കാർ പറയുന്നതാണ്. അയാൾ നിയമപരമായി തന്നെ പോരാടി വിജയിച്ചതാണ് ആ കാര്യത്തിൽ. മറ്റൊരു കാര്യം, നമ്മുടെ ഈ സമസ്തയുമായി ഉണ്ടായ തർക്കം, അതിൽ താങ്കൾക്കെതിരെ പോലും സമസ്ത അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം. താങ്കൾ ധർമ്മടത്താണെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ നടത്തിയ ഒരു പ്രസംഗം, സുപ്രഭാതം പത്രത്തിനെതിരെ താങ്കൾ നിലപാടെടുത്ത്. സുപ്രഭാതം പത്രത്തിനെതിരെ ഞാൻ നിലപാടെടുത്തില്ല. ഞാൻ അന്നും സുപ്രഭാതത്തിൻ്റെ വരിക്കാരനാണ്, ഇന്നും സുപ്രഭാതത്തിൻ്റെ വരിക്കാരനാണ്. പക്ഷേ സുപ്രഭാതത്തിൻ്റെ ക്യാമ്പയിനിൽ അവർ പറയുന്നത് ഞാൻ കേട്ടു, 90 വർഷം പഴക്കമുള്ള പത്രത്തെ 9 വർഷം കൊണ്ട് ഞങ്ങൾ പരാജയപ്പെടുത്തിയിരിക്കുന്നു. അതൊരു വിവരക്കേടാണെന്ന് പറയേണ്ട ബാധ്യത എനിക്കുണ്ട്. കാരണം 90 വർഷം മുമ്പ് മുസ്ലിമീങ്ങൾ മലയാളം വായിക്കാനും എഴുതാനും അറിയാത്തൊരു കാലഘട്ടമാണ്. അന്ന് അറബി മലയാളം എന്നിട്ടൊരു അറബി മലയാളം ലിപിയുണ്ട്, നിങ്ങൾക്കറിയോ? അറബി മലയാളം കാസർഗോഡ് അറബി മലയാളമാണ് എഴുതുകയും വായിക്കുകയും ചെയ്യുക. അന്നൊരു മലയാള പ്രസിദ്ധീകരണം ആരംഭിച്ച് മലയാളം എഴുതാനും വായിക്കാനും പഠിപ്പിച്ച പത്രമാണ് ചന്ദ്രിക. മുസ്ലിം സമൂഹത്തെ ഈ 90 വർഷത്തിനിടയ്ക്കുള്ള എല്ലാ പ്രസ്ഥാനങ്ങളുടെയും വളർച്ചയിൽ ചന്ദ്രികയ്ക്ക് വലിയ പങ്കുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഈ 9 വർഷം കൊണ്ട് 90 വർഷത്തെ കവച്ചു വെച്ചു എന്ന് പറയുന്നവർ മാതൃസ്ഥലത്തിൻ്റെ മാധുര്യം മറന്നുപോയ അരുമസന്ധാനങ്ങളായി മാറുകയാണ്. മാതാവിൻ്റെ മുലപ്പാലിൻ്റെ മധുരം മറന്നു പോകരുത്. ഈ 9 വർഷക്കാരനും 9 വർഷം മുമ്പ് നിവർന്നു നിൽക്കാൻ നട്ടെല്ല് നൽകിയ പ്രസ്ഥാനം ചന്ദ്രികയാണ്.
എന്ന് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അതൊരു പത്രത്തിനെതിരല്ല, അവർ പറഞ്ഞ വാക്കിനെ ഗണ്ണിച്ചതാണ്. ഞാൻ ചന്ദ്രികയുടെ ഗവൺമെൻറ് ബോർഡ് ചെയർമാൻ കണ്ണൂർ. അപ്പോൾ ആ നിലയ്ക്ക് എനിക്ക് പറയാൻ ബാധ്യതയുണ്ട്. ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതിനവർ പത്രത്തിനെതിരെ എന്നൊക്കെ വ്യാഖ്യാനിക്കുകയാണ്. സത്യത്തിൽ സമസ്തയിലും ഇപ്പോൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ വലിയ പങ്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്, CPM-നുണ്ട്. അവരാണ് ഇതിൻ്റെ പിന്നിൽ. ഇപ്പോൾ സത്യത്തിലിപ്പോൾ അടുത്ത കാലത്ത് പിന്നെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ആയിട്ടൊരു ഇത് ചെറിയൊരു വാക്ക് തർക്കമുണ്ടായല്ലോ. മറ്റേ സ്ത്രീകൾ പൊതു ഇടങ്ങളിൽ ഈ സ്ത്രീകൾ പൊതു ഇടങ്ങളിൽ വരുന്നതിനെതിരെ പറഞ്ഞതിൽ അത് സ്ത്രീയും പുരുഷനും ഒരുപോലെയല്ല, രണ്ടും വ്യത്യസ്തമാണ്. പക്ഷെ അതുകൊണ്ട് സ്ത്രീ തരം താഴ്ത്തുകയല്ല സ്ത്രീയെ. സ്ത്രീയുടെ മഹത്വമാണ് ഞങ്ങൾ ഉയർത്തി കാണിക്കുന്നത്. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. പ്രവാചകരോട് ഒരാൾ ചോദിച്ചു, ഞാൻ ഏറ്റവും കടപ്പെട്ടത് ആരോടാണ്? നിൻ്റെ മാതാവിനോടാണ്. പിന്നെയോ? മാതാവിനോട്. പിന്നെയോ? മാതാവിനോട് തന്നെ. പിന്നെയോ? അപ്പോൾ പിതാവിനോട്. 1, 2, 3 റാങ്ക് സ്ത്രീകൾക്കാണ്. 4ാം സ്ഥാനമാണ് പിതാവിന് കൊടുത്തത്. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അതാണ്. ആ നിലക്കാണ് പണ്ഡിതന്മാർ പറയുന്നത് സ്ത്രീയെ അങ്ങേയറ്റം സംരക്ഷിക്കപ്പെടണം, സുരക്ഷിതം വേണം, അവരെ ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ പോലും പാടില്ല എന്നൊക്കെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്. സത്യത്തിൽ അവരുടെ മഹത്വമാണത്. അവരെ മാതൃഭൂമി, നമ്മുടെ മാതൃഭൂമി, അവിടെ പിതാവല്ലല്ലോ, മാതാവാണ് ഇവിടെ വരുത്. ആ നിലക്കുള്ള കാഴ്ചപ്പാട് മതത്തിനുണ്ട്. പണ്ഡിതന്മാരത് പറയും. അപ്പം അതിൽ CPM അഭിപ്രായ പ്രകടനം നടത്തി. സ്ത്രീയും പുരുഷനും ഒരുപോലെ എല്ലാ വാദം തെറ്റാണ്. പുരുഷൻ എത്രയോ താഴെയാണ്, സ്ത്രീയാണ് മാഹാത്മ്യം കൊണ്ട് വലുത്. കാരണം അവളാണ് മാതാവ് എന്ന് ചെറിയ പദവിയല്ല, അത് വളരെ വലുതാണ്. അതൊരു സന്ദേശമായ സമൂഹത്തിന് പഠിപ്പിക്കേണ്ട കാലം. ഇത് മാതാവിനെ കൊല്ലുന്ന കാലമാണിപ്പോൾ മക്കൾ. അപ്പോൾ മാതാവ് എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. മതത്തിൻ്റെ കാഴ്ചപ്പാട് പുണ്യം ലഭിക്കാൻ 3 കാര്യം പറയുന്നു. 1, വേദഗ്രന്ഥം ഇങ്ങനെ നോക്കിയാൽ പുണ്യം കിട്ടും. മറ്റൊന്ന്, മക്കയിൽ ചെന്ന് കഅബയും നോക്കിയെന്നാൽ പുണ്യം കിട്ടും. ഇങ്ങനെ നോക്കിയെന്നാൽ പുണ്യം കിട്ടും. നമ്മൾ ഖുർആനുണ്ടല്ലോ വേദഗ്രന്ഥം, അതിങ്ങനെ വായിക്കാൻ അറിയാത്ത ആൾക്ക് നോക്കിയാൽ പുണ്യം കിട്ടും. പിന്നെ ഒന്ന് മതം പഠിപ്പിക്കുന്നത് മാതാവിൻ്റെ മുഖം ഇങ്ങനെ നോക്കിയിരിക്കുക, എന്നാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വർഷിച്ചുകൊണ്ടിരിക്കും, പുണ്യം ലഭിക്കും. അത്ര വലുതാണ് മാതാവ്. അപ്പോൾ ആ സ്ത്രീ സമൂഹത്തെ നമ്മൾ മഹത്വവൽക്കരിക്കുക ചെയ്യുന്നത്, അല്ലാതെ തരം താഴ്ത്തുകയല്ല. അപ്പോൾ ഞാൻ പറയുന്നത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇപ്പോൾ സത്യത്തിൽ സമസ്തയിലുള്ള വിഷയം. കാന്തപുര ഒരു പുസ്തകം ഇറക്കിയല്ലോ, അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥ എന്ന രൂപത്തിൽ. അതിൽ അദ്ദേഹം കുറേ കാര്യങ്ങൾ പറയുന്നു. ഒരു കാര്യം അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നത്, ഐക്യദാഹം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ആ ഐക്യദാഹം അയാളത് എടുത്ത് പറഞ്ഞത്, മരിച്ചുപോയൊരു മഹാപണ്ഡിതനുണ്ടല്ലോ ഷംസുൽ ഉലമ, എല്ലാവരും അംഗീകരിക്കുന്നത്. ആ മഹാൻ രോഗശയ്യയിൽ കാണാൻ ഞാൻ ചെന്നപ്പോൾ AP പറയാണ്, എന്നോട് പറഞ്ഞിട്ടുണ്ട്, നമ്മളിങ്ങനെ 2 ഭാഗത്തായല്ലോ, എപ്പോഴെങ്കിലും യോജിക്കുമോ, ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് AP-യുടെ പുസ്തകത്തിൽ പറയുന്നു. ഈ കാര്യം മുസ്ലിം ലീഗ് നേതാവ് അബ്ദുറഹിമാൻ കല്ലായി ഷംസുൽ ഉലമയുടെ മരണത്തിന് ശേഷം ചന്ദ്രികാ പത്രത്തിൽ എഴുതിയിട്ടുണ്ട്, AP-യുടെ പുസ്തകത്തിലുണ്ട്. അപ്പോൾ ഷംസുൽ ഉലമ ഐക്യദാഹിയായിരുന്നു. പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഐക്യദാഹിയായിരുന്നു. സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഐക്യദാഹിയായിരുന്നു. കാന്തപുരവും ഐക്യദാഹിയാണ് എന്ന് ആ പുസ്തകത്തിൽ ഉടനീളം പറയുന്നു. അപ്പോൾ എല്ലാവരും ഐക്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്താണ് പിന്നെ സത്യത്തിൽ ഈ ഐക്യത്തിന് അടങ്കോലിട്ട കുറച്ച് ആൾക്കാരുണ്ട്. അവരുടെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടു പോകുമെന്ന് ഭയപ്പെട്ടിട്ട് ഇടങ്കോലിട്ടൊരു പുതിയ തലമുറയുണ്ട്. അവർ സഹകരിച്ചാൽ എളുപ്പത്തിൽ ഐക്യം നടക്കും. അവർ പ്രചരിപ്പിക്കാറുണ്ട് മുസ്ലിം ലീഗ് ഐക്യത്തിനെതിരാണെന്ന്. സത്യത്തിൽ മുസ്ലിം ലീഗ് ഐക്യത്തിൻ്റെ എല്ലാവരും യോജിക്കണം എന്നാഗ്രഹിക്കുന്ന ചിന്തയാണ് മുസ്ലിം ലീഗിൽ. അതിനുവേണ്ടി ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഐക്യവിരോധികൾ ഒരു പ്രവർത്തനവും വിജയിപ്പിക്കാൻ സഹകരിച്ചില്ല. ഈ സാഹചര്യവും ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരുടെ കൂട്ടത്തിലെ ഏറ്റവും തലമുതിർന്ന നേതാവാണ്
കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിന് യോജിപ്പിക്കാൻ പറ്റുമെങ്കിൽ യോജിക്കണം എന്ന് തന്നെയാണ് വ്യക്തിപരമായി എൻ്റെ അഭിപ്രായം. ഈ എ പി വിഭാഗം, ഇ കെ വിഭാഗം, ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള സുന്നികളുടെ ഒരു ഐക്യം അത് അനിവാര്യമായ ഒരു ഘട്ടമാണ്. അനിവാര്യമായ ഒരു ഘട്ടമാണെന്നാണ് വ്യക്തിപരമായി എനിക്ക് ഇവിടെ അഭിപ്രായം പറയാനുള്ളത്. ഈ സമസ്തയിൽ സി പി എമ്മിനോട് അനുഭാവം ചേർന്ന് നിൽക്കുന്ന ഇ കെ വിഭാഗത്തിൽ സി പി എമ്മിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന നേതാക്കളുണ്ടോ? അവരൊക്കെയാണോ ഈ വളരെ നിസ്സാരം, വളരെ ചെറിയൊരു വിഭാഗം മാത്രം? അതൊക്കെ ഇപ്പോൾ ഈ രണ്ടാം പിണറായി സർക്കാർ അല്ലെങ്കിൽ ഒന്നാം പിണറായി സർക്കാർ, ഈ സർക്കാർ വന്നതിന് ശേഷമുണ്ടായ മാറ്റമാണോ അവർക്ക്? അത് മാറ്റം. അത് എന്തായിരിക്കും? ഭരണത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള? അത് സ്വാഭാവികമല്ലേ, അവർക്കൊക്കെ ചിലത് കിട്ടാറുമുണ്ട് എന്തെങ്കിലും പദവികൾ. ഇപ്പോൾ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇപ്പോൾ സി പി എമ്മിനെതിരായ നിലപാടുകൾ കൂടി സ്വീകരിക്കുന്നുണ്ട്. സ്വാഭാവികമായി അയാളുടെ കാര്യത്തിൽ വളരെ കുറച്ച് നിലപാട് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. കാരണം അദ്ദേഹം പറഞ്ഞത് വളരെ വ്യക്തമായ കാഴ്ചപ്പാടാണ്. പിന്നെ അയാൾ സി പി എമ്മിനോട് ചോദിച്ചല്ലോ, നിങ്ങളുടെ ഏതെങ്കിലും ലോക്കൽ കമ്മിറ്റിയിലോ ഏരിയ കമ്മിറ്റിയിലോ വനിതാ സെക്രട്ടറി ഉണ്ടോ എന്ന് ചോദിച്ചു. പാർട്ടിക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ലല്ലോ. അക്കാര്യത്തിൽ അദ്ദേഹം വളരെ സ്റ്റഡീഡാണ്. അത് തന്നെയാണ് ശരിയും. അദ്ദേഹത്തിൻ്റെ ഭാഗം ശരിയാണ്. അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ അഭിപ്രായം പറയുന്നത് പണ്ഡിതന്മാരാണ്. ഒരു വിധവയായ ഒരു വീട്ടമ്മ മണാലിയിൽ പോയി ഐസ് വാരി കളിക്കുന്ന ചെറിയ ഒരു നേരത്തെ പറഞ്ഞ മാതിരി ഒരു ഒറ്റപ്പെട്ട കേസ്. അതൊന്നും വലിയ പാർവതീകരിക്കേണ്ട കേസല്ല. അങ്ങനെ ഒരുപാട് എന്തെല്ലാം നടക്കുന്നത് ഇവിടെ. അതൊന്നും ശരിയല്ല എന്നുള്ള രീതിയിലാണല്ലോ മത നേതാക്കൾ പറയുന്നത്. അത് സാർവത്രികമായി ഇപ്പോൾ നടക്കുന്ന ഏതെങ്കിലും ശരിയാണെന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ നടക്കുന്ന കുറേയേറെയുള്ള അച്ചടക്ക ലംഘനമുണ്ട്. അതിൻ്റെ ഭാഗം അത് ഒരു വ്യക്തിയുടെ കാര്യം എടുത്തപ്പോൾ പാർവതീകരിക്കേണ്ടതില്ല. അതോടൊപ്പം തന്നെയാണ് ഈ ജമാഅത്തെ ഇസ്ലാമി, അവരും ഇപ്പോൾ വലിയ തോതിലുള്ള ഇടപെടലുകളൊക്കെ നടത്തുന്നു. അവർ ഈ കേന്ദ്രീകൃത സക്കാത്ത് ഒക്കെ നടത്തുന്നുണ്ടല്ലോ. അതൊക്കെ അനുവദനീയമായ കാര്യങ്ങളാണോ ഈ ജമാഅത്തെ ഇസ്ലാമി? അതിൽ സമസ്തകളുടെ ജമിയത്തിലുടമയ്ക്ക് വ്യക്തമായ അഭിപ്രായമുണ്ട്. ഈ കേന്ദ്രീകൃത ഈ സക്കാത്ത് വിതരണത്തോട് അവർക്ക് യോജിപ്പില്ല. മതത്തിൻ്റെ കാഴ്ചപ്പാടിനെതിരാണ്. അത് ഇസ്ലാമിൻ്റെ ശരീഅത്ത് ഭരണം നടക്കുന്ന സ്ഥലങ്ങളിൽ ഗവൺമെൻറ് നേരിട്ട് സക്കാത്ത് സംഭരിച്ച് അർഹതായ ആളുകൾക്ക് വിതരണം ചെയ്യുന്ന സംവിധാനമുണ്ട്. ഇവിടെ അങ്ങനെ സംവിധാനമൊന്നുമില്ലല്ലോ. പിന്നെ 3 വിധത്തിലാണ് സക്കാത്ത് നൽകേണ്ടത്. അത് ആരാധനയുടെ ഭാഗമാണ് സക്കാത്ത്. സാധാരണ ധർമ്മമല്ലാതെ അത് നിർബന്ധമാണ്. ഈ സക്കാത്ത് നിർബന്ധമാണ്. ഇപ്പോൾ 1 ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ 2,500 റുപ്യ, 2.5%. അത് പാവപ്പെട്ടവൻ്റെ അവകാശമാണ്, ഔദാര്യമല്ല. അപ്പം നൽകാനുള്ള വിധം പറയുന്നത്, ഒന്ന് ഗവൺമെൻറ് നേരിട്ട് കൊടുക്കാം. ഗവൺമെൻറ് ഇല്ലാത്ത ഈ മതേതര രാഷ്ട്രമൊക്കെയുള്ള സ്ഥലങ്ങളിൽ പിന്നെയുള്ളൊരു വഴി, ഒക്കാലത്ത് നിന്നൊരു വഴിയുണ്ട്. ഒരാളെ ഏൽപ്പിക്കാം, ഇതെൻ്റെ സക്കാത്താണ്, അർഹരായ ആളുകൾക്ക് നിങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഏൽപ്പിക്കാം. വ്യക്തിയെ ഏൽപ്പിക്കാം. മുസ്ലിം ലീഗ് റിലീഫ് പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. മുസ്ലിം ലീഗ് റിലീഫിൽ സക്കാത്ത് പെടൂല. അത് സദക്ക എന്ന് പറയാം. സക്കാത്ത് അതിൽ പെടൂല. പിന്നെ ഒന്ന് നേരിട്ട് കൊടുക്കുക. ഈ 3 വിധേ ഉള്ളൂ. കമ്മിറ്റിയെ ഏൽപ്പിച്ചുകൂടാ. കമ്മിറ്റിയെ ഏൽപ്പിച്ചാൽ ഇവർ ഉദ്ദേശിക്കുന്ന വിധത്തിൽ കൈകാര്യം ചെയ്യില്ല. അതാണ് ഈ കേന്ദ്രീകൃത സക്കാത്ത് എന്ന കാര്യം. അതിന് സമസ്ത എതിരാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ഒരു ഇപ്പോൾ സി പി എമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം, ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗ് അതൊക്കെ ഒരു UDF സംവിധാനത്തിൻ്റെ ഭാഗമായി വരുന്നു. ഈ ജമാഅത്തെ ഇസ്ലാമിയെ അംഗീകരിക്കുന്നുണ്ടോ? ജമാഅത്തെ ഇസ്ലാമിയുടെ പഴയകാല നയം തെരഞ്ഞെടുപ്പിന് തന്നെ എതിരായിരുന്നു. തെരഞ്ഞെടുപ്പിൽ അവർ വിശ്വസിക്കുന്നില്ല അന്ന്. അങ്ങനെ കുറേ കാലം കഴിഞ്ഞ് ഇപ്പോൾ അവർ പല മാറ്റവും വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഓരോ തെരഞ്ഞെടുപ്പിലും അവർക്കിഷ്ടമുള്ള ആളുകൾക്ക് പിന്തുണ പ്രഖ്യാപിക്കും. ഇപ്പോൾ അടുത്ത കാലത്ത് CPM-നോട് അവർ കുറച്ച് അകന്നിട്ടുണ്ട്. അതുകൊണ്ടുള്ള വിരോധം അവർ പറയാണ്. എല്ലാ കാലത്തും ജമാഅത്തെ ഇസ്ലാമിൻ്റെയൊക്കെ പിന്തുണ വാങ്ങി വിജയിച്ചത് CPM-ആണ്. പക്ഷേ UDF-ഓ മുസ്ലിം ലീഗോ ജമാഅത്തെ ഇസ്ലാമിയോട് പിന്തുണ ചോദിച്ചിട്ടില്ല, ആവശ്യപ്പെട്ടിട്ടില്ല,
സ്വമേധയാ ആ തെരഞ്ഞെടുപ്പിൽ ആരെങ്കിലും പിന്തുണയുമായി വരുന്നുണ്ടെങ്കിൽ വോട്ട് വേണ്ടെന്ന് ആര് പറയുമോ? അവർ കാഴ്ചപ്പാടേ ഉള്ളൂ, അല്ലാതെ ഞങ്ങൾ ആരെയും സമീപിക്കാൻ SDPI യോടും അതേ അതേ നിലപാട് തന്നെയാണ്. അതിനേക്കാൾ കുറച്ചുകൂടി തീവ്രമാണോ SDPI? അതെ, SDPIയുടെ വോട്ട് വേണ്ടാന്ന് ഞങ്ങൾ പറയാറുണ്ട്. അവരുടെ ആ തീവ്രവാദ ചിന്തയെ ഞങ്ങൾ നഖശിഖാന്ത് എതിർക്കുന്നു. ജമാഅത്ത് ഇസ്ലാമി അവരുടെ നയത്തിൽ തന്നെ ഒരുപാട് മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. പഴയ ഒരു ഹുക്കൂമത്തയിലായി എന്നൊക്കെ പഴയ കാലത്ത് പറയാം, ഇസ്ലാമിക ഭരണം അതൊക്കെ അപരിഷ്കൃതമാണ്, അസംബന്ധമാണെന്ന് ഇപ്പോൾ അവർക്ക് തന്നെ ബോധ്യമായി കഴിഞ്ഞു. അതൊക്കെ പതുക്കെ മാറ്റി വന്നു. ഇപ്പോൾ ജനാധിപത്യത്തോടെ അവർ സഹകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു നയം മാറ്റത്തിലൂടെ വന്നാൽ ഞങ്ങളുടെ ഘടകകക്ഷിയല്ല, ഞങ്ങളവരെ പിന്തുണച്ചിട്ടില്ല, അവരുടെ സഹകരണം അഭ്യർത്ഥിച്ചിട്ടില്ല, അവരുമായി കൂട്ടുകൂടിയിട്ടില്ല. അവർ ഇടതുപക്ഷത്തിനെതിരായി പരസ്യമായി പ്രസ്താവിക്കുകയും ഞങ്ങൾക്ക് അനുകൂലമായി അഭിപ്രായം പറയുകയും ചെയ്യുന്നതിനോട് ഞങ്ങൾക്കെന്ത് പറയാൻ കഴിയും? അടുത്ത തെരഞ്ഞെടുപ്പിലും അതേ നിലപാട് തന്നെയായിരിക്കും. അവരുടെ അവരാണ് തീരുമാനിക്കേണ്ടത്. പരസ്യമായ ഒരു പിന്തുണ ആവശ്യപ്പെടില്ല. ഇല്ല, ആരെ പിന്തുണക്കുമെന്ന് അവർ തീരുമാനിച്ചോട്ടെ. അവർ പിന്തുണക്കുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ദോഷമായി വരുമോ? എന്താ ദോഷം ചെയ്യേണ്ടത്? ഇലക്ഷനിൽ വോട്ട് കിട്ടും എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. ഒന്നുമില്ല. അവർക്ക് വേണ്ടി ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ല, അഡ്ജസ്റ്റ്മെൻറ്റും ഞങ്ങൾ തയ്യാറല്ല. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുറഹിമാൻ കല്ലായിയാണ് ഇതുവരെ നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത്. അദ്ദേഹം പറഞ്ഞതിൽ ഏറ്റവും പ്രസക്തമായ കാര്യം സുന്നികളുടെ ഐക്യം അനിവാര്യമാണ് എന്നതാണ്. EK വിഭാഗം സുന്നികളും AP വിഭാഗം സുന്നിയും ഒന്നിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യവുമാണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ തന്നെ ഇക്കാര്യം വ്യക്തമാക്കുമ്പോൾ ഇതിനുള്ള ചർച്ചകൾക്ക് ഇനി അവസരങ്ങളും ഉണ്ടാകണം എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. തുടർഭരണം എന്നത് LDFന്റെ സ്വപ്നം മാത്രമായി അവശേഷിക്കും എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ അവർ പരിഹരിക്കും എന്നുള്ള വിശ്വാസം കൂടി അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ്. കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവർ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമ്മുടെ ചോദ്യങ്ങൾക്കൊക്കെ തന്നെ തുറന്ന് മറുപടി നൽകിയ അബ്ദുറഹിമാൻ കല്ലായി സാഹിബിന് തുടർന്ന് അങ്ങോട്ടും എല്ലാവിധ ഭാവുകങ്ങളും പ്രവർത്തനങ്ങളിൽ എല്ലാവിധ ആശംസകളും നേരുകയാണ്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് മത്സരങ്ങളിൽ താൻ ഉണ്ടാകില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു ആശംസ നൽകുന്നില്ല. അദ്ദേഹത്തിന് ദീർഘായുസ് ഉണ്ടാവട്ടെ. നമ്മുടെ സമൂഹത്തിൽ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് ഇത്രയും സത്യസന്ധമായി പ്രവർത്തിക്കുന്ന നേതാവ് എന്നുള്ള പരിഗണനയോടുകൂടി തന്നെ അദ്ദേഹം ഇനിയും മുന്നോട്ട് പോകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. മറ്റൊരു അതിഥിയുമായി നമുക്ക് അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.